മിച്ചമാരെ നമുക്ക് ചുരത്തുമെന്ന് കിട്ടിയൊരു തത്തമ്മക്കുട്ടിയാണ്. തത്തമ്മ ദേദീനത്തിൽ പെട്ടാന്ന് എനിക്കറിയില്ല. കിട്ടുമ്പോൾ കുഞ്ഞു കുട്ടിയാണ്, തൂവലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് തൂവലൊക്കെ മുളച്ചത്. അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പാറി തുറന്നുള്ളൂ കേട്ടോ. ഭയങ്കര കുറുമ്പാണ്, ചുമന്ന കണ്ണാണ് ഇതിനെ. ഞാനിതിന് കുറച്ച് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ കഴിക്കുക എന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതൊരു പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു ഫുഡാണ്. അതിന് മുന്നേ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഗോതമ്പൊക്കെ അരച്ചിട്ട്, ഗോതമ്പും പിന്നെ ചോളം അരച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ തുങ്ങലൊക്കെ വന്നു തുടങ്ങി. ഞാനത് ഗൂഗിളിൽ നോക്കിയത്, അപ്പോൾ നല്ല വിലയുള്ളൊരു നല്ല റേറ്റ് ഉണ്ട് ഈ കിളിക്ക് തോന്നുന്നു. ഞാൻ ഗൂഗിളിൽ ചെയ്ത് നോക്കിയപ്പോൾ നല്ല റേറ്റുള്ളൊരു കിളി. എന്നിട്ട് സിറിഞ്ച് വഴിയാണ് ഞാൻ ഫുഡ് എടുത്തോണ്ട്. ഇങ്ങനെ നമുക്കിതിന് ഇടാൻ പറ്റിയ അടിപൊളി പേര് വേണം. എനിക്ക് നിങ്ങളെല്ലാവരും അടിപൊളി പേര് കമൻറ്റ് ചെയ്യട്ടോ. ഇഷ്ടപ്പെട്ട പേര് ഞാൻ സമ്മാനം കൊടുക്കുന്നതായിരിക്കും. ഫുഡ് തിന്നൽ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരാളും കൂടി ആയിട്ടുണ്ടല്ലേ. ഓയ്, ഞാൻ കൊതുക് വല ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. കൊതുക് വലയിലായിരുന്നു ഇപ്പോൾ ഇത്രയും ദിവസം ഞാൻ താമസിപ്പിച്ച് ഇതിനെ കിടത്തിയിരുന്നത്. അപ്പോൾ അതിനൊരു ബോർഡിനൊരു തുണയും കൂടി വാങ്ങണം. ഇതിന് പറ്റിയൊരു കിടീനെ വാങ്ങാം, എന്നാലിതിന് തുണയാവും. നമുക്കൊരു കൂടും വാങ്ങാനുണ്ട്. ഇതിന് ഇനിയൊരു നല്ലൊരു കൂട് വാങ്ങാം. ആരുടെയെങ്കിലും കൂട് കൊടുക്കാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഫുഡ് ബാക്കി കൂടി കഴിച്ചേ. ഓ, കഴിക്കുന്നത് ഫുഡ് കഴിക്കാൻ എന്താ ഇത്ര മടി? ഗൈസ്, നിങ്ങൾക്ക് ആക്കിയാലും ഇതിന് വേറെ എന്തെങ്കിലും ഫുഡ് കൊടുക്കാൻ പറ്റുമെന്ന് അറിയുമെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യണേ. നീ മുക്കിപ്പോയിരിക്കും. ഇന്നലെ ഇവിടെ വലിയൊരു കൊതുക് വല കിട്ടിയിരുന്നു. ഓൺലൈനിൽ നിന്ന് മേടിച്ചൊരു കൊതുക് വല. അപ്പോൾ അതായിരുന്നു ഇന്നലെ ഇതിൻ്റെ കൂട് ഇന്നലെ വരെ. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് വേണം നമുക്ക് അങ്ങാടിക്ക് പോകാൻ. നല്ലൊരു കൂട് വേണം. ഓ ഗായ്സ്, എങ്ങനെയുണ്ട് നമ്മുടെ തത്തമ്മ, കുഞ്ഞി തത്തമ്മ? ഇതിൻ്റെ വാലിൻ്റെ ഇവിടെയൊക്കെ മഞ്ഞ കളറാണ് വരുന്നത്. ഇതാണാണോ പെണ്ണാണോ ഒന്നും അറിയില്ല. ഇവിടെ ഒരു കൊമ്പൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കണ്ടില്ലേ, രണ്ട് സൈഡിലും ഉണ്ട് ഒരു പുള്ളി. നല്ല ഭംഗിയുള്ള കിളിയല്ലേ ആക്കി. അത് ഞാൻ ബന്ദിപ്പൂര് ഭാഗത്തേക്ക് ഇങ്ങനെ ചെക്കന്മാരായിട്ട് പോവുകയായിരുന്നു. നമ്മൾ ചെക്കന്മാരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് ഇതിനെ റോഡ് സൈഡിൽ വീണ് കിടക്കുന്നുണ്ട്. കുഞ്ഞിക്കിളിയേ, കുഞ്ഞിക്കിളിയേ, എന്താ എനിക്ക് പേരിടേണ്ടത്? കുഞ്ഞിക്കിളിക്ക് എന്താ പേരിടേണ്ടത്? ഇതിന് ചൂളം വെളുപ്പിക്കാൻ ട്രെയിൻ ചെയ്തെടുക്കണം. ഇനി നമുക്കിതിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാം. ഓ, ഫോട്ടോഷൂട്ടൊന്നും വേണ്ട, എനിക്ക് ഒരു മൈൻഡില്ല. ഓ, ഉറക്കം വന്നു തോന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ചിമ്മുന്ന പോലെയുണ്ട്. ചുമന്ന കണ്ണാട്ടോ, സെറ്റ് കണ്ണ്. ഈ ലവ് ബേർഡ്സിനെ ഞാൻ കേട്ടിട്ടുണ്ട് റെഡ് ഐക്ക് നല്ല റേറ്റ് ഉണ്ട്. അതുപോലെ ഈ കിളി ലവ് ബേർഡ്സ് അല്ല, എന്നാലും ചുമന്ന കണ്ണാണ്. അപ്പോൾ ഓ, കുഞ്ഞിക്കിളിയേ, കുഞ്ഞിക്കിളിയേ, കുഞ്ഞിക്കിളി എന്നിട്ടാലോ ഒരു പേര്. നമുക്കിതിനെ ഒരു ഇൻ്റലിജൻസ് ആയിട്ട് ട്രെയിൻ ചെയ്തെടുക്കണം. ഒരു
നമ്മൾ ഷൂട്ടിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളായിട്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പേര് വേണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പേരെന്തെങ്കിലും ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിവിലുണ്ടെങ്കിൽ പറയണേ. പാറൊന്നുമില്ലല്ലേ? എനിക്ക് കിട്ടുമ്പത്തിന് ചോര കുഞ്ഞായിരുന്നു. പിന്നെ ഏകദേശം 2 മാസമൊക്കെ ആയിട്ട് എനിക്ക് കിട്ടിയിട്ട് 2 മാസത്തെ വളർച്ചയാണ് ഇപ്പോൾ. ഇത്രയും പൊടിക്കുഞ്ഞായിരുന്നു. ഒറ്റ തൂവൽ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം ഗോതമ്പ് മാത്രം അരച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് തോന്നി ചോളം കൂടെ കൂട്ടി അരച്ചു കൊടുക്കാമെന്ന്. കാരണം നമ്മൾ ഈ ഗോതമ്പ് പൊറോട്ട നമ്മൾ വയറ്റി കിടന്ന അവിടെ ഇങ്ങനെ കിടക്കുമല്ലോ. അപ്പോൾ ഞാൻ ഗോതമ്പ് പയ്യെ ഒഴിവാക്കി കൊണ്ടുവരുന്നുണ്ട്, ചോളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. എന്താടാ ഉറക്കം വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഉറക്കം വരുന്നുണ്ടോ? അതിൽ ഉറങ്ങുന്ന കണ്ടോ? അയ്യോ, ഉറക്കം വരുന്നുണ്ടോ? ഉറങ്ങിക്കോളൂ. ഈ ഫുഡ് കഴിക്കാതെ തന്നെ ഞാൻ ഉറക്കൂല കേട്ടോ. ഇത്രയും ഫുഡ് ഉണ്ട് എനിക്ക് തിന്നാൻ. ഇവിടെ ഇരുന്നേ, ഫുഡ് കഴിച്ചേ, ഉറങ്ങുക. അത് കഴിച്ചിട്ട് ഉറങ്ങിക്കോ. ഫുഡ് കഴിക്കടാ. എന്തടാ ഫുഡ് കഴിച്ചേ? ഇപ്പം കണ്ടോ, എൻ്റെ മടി കയറി ഇരിക്കാഞ്ഞിട്ടാ ഇവന്. കണ്ടില്ലേ? വന്നേ ഫുഡ് കഴിച്ചേ. നിന്റെ കൊല്ലിക്ക് പിടിച്ചാലേ ഫുഡ് കഴിക്കുള്ളൂ നീ അല്ലേ? ഒത്തിരി കഴിച്ചോളൂ കേട്ടോ. ഫുഡ് കഴിക്കും ഭയങ്കര മടി ഗൈസ്. ആരോഗ്യം വേണ്ടേ നമുക്ക് പറക്കാൻ? നമുക്ക് ആരോഗ്യം വേണ്ടേ പറക്കാൻ? ഇത് കഴിക്കാൻ്റെ ഉറക്കഭ്രാന്തി ആണ്ടല്ലോ. ഫുഡ് കഴിക്കാതെ ഉറങ്ങാനായിരിക്കില്ല ഞാൻ. കഴിക്ക്. കോട്ടയല്ലേ. മതി, കളയാ ഫുഡ്. ഇതാ പരിപാടി. തോളത്ത് കയറി അവിടെ അല്ല. അവിടെ അല്ലടാ, ഇവിടെ കയറിയിരുന്നു. ഇവിടെ എങ്ങനെയുണ്ട് തോളത്ത് കയറിയിരിക്കുന്നത്? ഹലോ നമുക്ക് പറ്റിയൊരു പേര് വേണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂട് കൊടുക്കണമെങ്കിൽ പറയണം. പിന്നെ അതുപോലെ ഇതേത് ഇനത്തിൽപ്പെട്ട കിളിയാണെന്ന് പറയണം. ആകെ തെറിച്ചു ഫുഡ് കഴിച്ചിട്ട് തല കുടയല്ലേ പണി. ഇതാണോ പെണ്ണാണോ എന്ന് അറിയാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അത് പറയണേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ നാളെ വരാം. ഗുഡ് നൈറ്റ്.